മറ്റാരുണ്ട് LDF അല്ലാതെ? ബില്ല് പിൻവലിക്കുവല്ലോ ചെയ്തത്, ആണോ? അല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ബില്ല് പിൻവലിച്ചിട്ടില്ല. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആ ആശങ്ക ഒരു ഭയമായിട്ട് ഇത് സംബന്ധിച്ചിട്ട് നിലനിൽക്കുന്ന ആശങ്ക അത് വളരെ 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 ഗൗരവമുള്ളത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുകയാണ്. FCRA ബിൽ, അത് ഇടതുപക്ഷം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാക്കളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആ ആശങ്ക ഒരു ഭയമായിട്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇത് കോൺഗ്രസ്സാണ് ഇത് കൊണ്ടുവന്നത്, ഇതിൻ്റെ അമെൻമെൻറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ചിട്ട് നിലനിൽക്കുന്ന ആശങ്ക അത് വളരെ 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 ഗൗരവമുള്ളത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണോ ഒരു പക്ഷേ ആ ചർച്ച മാറ്റിവെച്ചത്, അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, അതിലൊരു വ്യക്തത ഇല്ലല്ലോ. ചർച്ച മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെ സാധാരണ നിലയിലൊരു ബില്ല് ഷെഡ്യൂൾ ചെയ്താലൊരു സെഷൻ അതിലൊരു എന്താണ് അത് ഡിസ്കഷൻസിലേക്ക് വരുമല്ലോ. പക്ഷെ അതുണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ആ വ്യക്തത ഭയം കൂട്ടതേ ഉള്ളൂ എന്നുള്ളത് ആണല്ലോ അതിൻ്റെ ശരി. കാരണം അതിലൊരു വ്യക്തതയില്ല. അത് ബില്ല് പിൻവലിക്കുവല്ലോ ചെയ്തത്, ആണോ? അല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ബില്ല് പിൻവലിച്ചിട്ടില്ല. പിന്നെയോ ഡിസ്കഷനിൽ ഇപ്പം ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടതിൽ വ്യക്തത കുറവുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് കുറച്ചുകൂടി ആശങ്ക ഉണ്ടാക്കുന്നത് കൂടിയാണ്. UDFിൻ്റെ ഒരു ആരോപണം ഉൾഗ്രാമങ്ങളിൽ റോഡുകൾ മോശമാണ് എന്ന ഒരു വിമർശനം UDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഒരു കാര്യം സമ്മതിച്ചല്ലോ, ഒന്നാന്തരം PWD റോഡുകൾ, അതായത് ഒരു കാര്യം അതിൽ സമ്മതിച്ചല്ലോ. അതിൽ തന്നെ ആ വികസനം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ആറന്മുള നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ റോഡ് പോലും ഉൾനാടുകളിൽ മാത്രമല്ല, ഉൾഗ്രാമങ്ങളിലെ PWD റോഡുകൾ പോലും നമ്മൾ ചെയ്തു. എല്ലാ PWD റോഡുകളും നമ്മൾ ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കോഴഞ്ചേരി ടൗൺ പ്രദേശമാണ്, നമ്മൾ കീഴേരിയിലേക്ക് പോകുന്ന പ്രദേശം. അപ്പോൾ ടൗണിൻ്റെ സ്വഭാവം വിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കയറി പിന്നീട് അങ്ങനെ നമ്മൾ കയറി പോകുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഇതിലേക്ക് കയറി പോകുന്ന റോഡാണ്. അത് BMNVC ടാറിങ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുമ്പഴവടക്ക്, അത് മുനിസിപ്പൽ ഏരിയയാണ്, പക്ഷേ എന്നാൽ പോലും കുലശേഖരവതി കുമ്പഴവടക്ക് അതൊരു ചെറിയ റോഡാണ്, അത് നമ്മൾ BMNVC ചെയ്തു. ഇനി ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊളനട നിന്ന് തുടങ്ങി രാമഞ്ചിറ അവിടെ വന്നിട്ട് പനങ്ങാട് രാമഞ്ചിറ, അവിടെ നിന്ന് 4-5 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന PWD റോഡുണ്ട്. അത് ശരിക്കും ഒരു PWD റോഡാണെന്ന് പോലും ആർക്കും അറിയില്ല. മുട്ടത്തുകോണമൊക്കെ വഴി കടന്നു വന്ന് മുട്ടത്തുകോണം, മുട്ടുകുടുക്ക, അങ്ങനെ വന്ന് നമ്മുടെ ടൗണിൽ കുറച്ച് ഭാഗമുണ്ട്. അതിനുശേഷം വീണ്ടും ഗ്രാമത്തിലേക്ക് കയറുന്നു, നമ്മുടെ കടമ്പനിട്ട, അങ്ങനെ കയറി പോകുന്ന വാഴക്കുന്നത് അവസാനിക്കുന്ന റോഡ് 110 കോടി രൂപയ്ക്കാണ് ചെയ്തത്. ഗ്രാമീണ മേഖലയിലൂടെയാണ് പോകുന്നത്. ഗ്രാമീണ മേഖലയിലൂടെ പോകുന്ന റോഡുകൾ പൂർണ്ണമായിട്ടും PWD റോഡുകൾ, മുഴുവൻ PWD റോഡുകളും നമുക്ക് BMNVC ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. 80 റോഡുകൾ BMNVC റോഡുകൾ. അപ്പം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയ 0 റോഡുകൾ ആണ് ബിറ്റുമിൻ ടാറിങ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് 0യിൽ നിന്ന് 80 വലിയ റോഡുകൾ ചെയ്തു. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ. ഇപ്പോൾ നമുക്ക് നഗരം എന്ന് പറയുമ്പോൾ 12 മുനിസിപ്പാലിറ്റി ചെയ്യണമല്ലോ. ബാക്കിയെല്ലാം, പിന്നെ കോഴഞ്ചേരി ഒരു നഗര സ്വഭാവമുള്ളൊരു പ്രദേശം, ബാക്കിയെല്ലാം നമ്മുടെ പഞ്ചായത്തുകൾ. അതിൽ ഗ്രാമീണ മേഖലയിലൂടെ റോഡുകളാണ് PWD റോഡ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. മറ്റു റോഡുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസിൽ ഒക്കെ വരുന്ന റോഡുകൾ, അത് പരമാവധി അത് തദ്ദേശ സ്ഥാപനങ്ങൾ ആ നിലയിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള റോഡുകളാണ്. അത് പഞ്ചായത്തുകൾ ചെയ്തു പോകുന്നുണ്ട്. അതായത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ പഞ്ചായത്ത് തന്നെ ചെയ്തു പോകുന്നുണ്ട്. അത് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ UDFിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിനിധാനം എന്നുള്ളത്, ഇവിടെ നിരവധി പദ്ധതികൾ, അവർ പല പദ്ധതികൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ ആശുപത്രി, സ്റ്റേഡിയം, അബാൻ മേൽപ്പാലം, അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ പറയുന്നുണ്ട്. പക്ഷേ ചിലതൊന്നും പൂർത്തീകരിച്ചില്ല എന്നൊരു വിമർശനം കൂടി അവർ പറയുന്നുണ്ട്. അത് ഈ നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച് സാധാരണക്കാരിലേക്ക് ചെല്ലുമ്പോൾ അവർ ഇക്കാര്യം തിരിച്ച് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒരിക്കലുമില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവരുണ്ടാക്കിയത് LDFന് ഗുണകരമായി.
സാധാരണ നമ്മളൊരു പാലം ചെയ്താൽ നമ്മൾ കുറച്ച് ഒരു എന്താണ് ഒരു ഉദ്ഘാടനം നടത്തും, അല്ലൊരു പത്രത്തിൽ പറയും. പക്ഷെ ഇവരിതങ്ങ് വിവാദമാക്കി. അതോടുകൂടി അറിയാത്തവർ കൂടി അറിഞ്ഞു. സ്റ്റേഡിയം അപ്പുറത്ത് തൊട്ടപ്പുറത്ത് UDFന്റെ 20 വർഷമായിട്ടൊരു സ്റ്റേഡിയം പണിയാതെ കിടക്കുകയാണ്. അതാണ് ആളുകൾ ചോദിക്കുന്നത്. LDF ഇത്ര കാര്യം ചെയ്തില്ലേ? നിങ്ങൾ അനുവാദം കൊടുത്തിരുന്നില്ലല്ലോ. UDF അനുവാദം കൊടുത്തിട്ട് അവർ ഈ 2 വർഷം കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഈ ജില്ലാ ആസ്ഥാനം മാറ്റിയില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ വന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിനാണ് വോട്ട് കേട്ടോ എന്ന് പറയുന്നവരുണ്ട്. പത്തനംതിട്ട നഗരം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ആ റിംഗ് റോഡിലൂടെ പോയാൽ പഴയ പത്തനംതിട്ടയാണോ ഇപ്പോഴുള്ള പത്തനംതിട്ട? റിംഗ് റോഡ്, നല്ല അതിൻ്റെ സൗന്ദര്യവൽക്കരണം, സ്റ്റേഡിയം, മറ്റു കാര്യങ്ങൾ. ഇനി അബാൻ ഫ്ലൈ ഓവറിനെ സംബന്ധിച്ചിടത്തോളം അബാൻ ഫ്ലൈ ഓവർ ഒരു 20-25 വർഷത്തിനപ്പുറത്തെ പത്തനംതിട്ട എന്നുള്ള നിലയിലാണ് നമ്മൾ ചെയ്തത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്ലാനിൽ 2 ഫ്ലൈ ഓവറാണ് പത്തനംതിട്ടയിൽ പറയുന്നത്. ഒന്ന് നമ്മുടെ അഴൂരിൽ നിന്ന് വന്നിറങ്ങുന്ന സ്ഥലത്ത്, അപ്പുറത്ത് അബാൻ. അതിൽ സ്റ്റേറ്റ് ഏറ്റെടുത്ത് നമ്മൾ ചെയ്തത് നമ്മുടെ ഫണ്ട് അബാൻ ഫ്ലൈ ഓവർ. ഇപ്പോഴും നമുക്ക് ഭൂമിയുടെ പ്രശ്നമുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെയാണ് പ്രശ്നം. അതിൽ സംബന്ധിച്ച വിഷയങ്ങൾ 3 കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അബാൻ്റെ 3 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നോട്ടീസ് അയച്ച് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ധാരാളമായിട്ട് ശ്രമിച്ചിരുന്നു. അവർക്ക് കത്തയക്കുക, മറുപടി ഇല്ലാതെ പലരും നാട്ടിലില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളതിൻ്റെ കണ്ടില്ലേ, നമ്മുടെ നടുക്കത്തേത് ഓപ്പൺ ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ? പത്തനംതിട്ട നഗരത്തിനുള്ളിലൊരു പാർക്കിംഗ് ഏരിയ ഇല്ല. ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ നമ്മളൊരിടത്ത് ജിമ്മുണ്ട്, ഒരിടത്ത് നമ്മുടെ കഫേ വരുന്നുണ്ട്. ബാക്കി പരമാവധി സ്പേസുകൾ പാർക്കിങ്ങിനാണ്. അപ്പം നഗരത്തിനുള്ളിലെ വ്യാപാരികൾക്കും അതോടൊപ്പം പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, അതായത് അവിടെ കൊണ്ടുവന്ന് കാർ ഇട്ടിട്ട് ഓട്ടോ പിടിച്ചു. അപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ കൂടുതലല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ കാർ കൊണ്ടുവന്ന് അവിടെ സേഫായിട്ടിടും. ഇങ്ങനെ നല്ല മാർക്ക് ചെയ്ത് കാർ പാർക്കിംഗ് ഇതുണ്ടാകും. അതിൽ എല്ലാ സംവിധാനങ്ങളും. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവർക്ക് സുരക്ഷിതമായി അവിടെ ഇട്ടിട്ട് ഓട്ടോ പിടിച്ചോ മറ്റോ നഗരത്തിനകത്തേക്ക്, ടൗണിനകത്തേക്ക് വന്ന്, എന്ന് പറഞ്ഞ് ടൗണിൻ്റെ പുറത്തല്ല അത്, എന്നിരുന്നാലും നമ്മുടെ സെൻട്രൽ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വന്ന് അവർക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതില്ല, പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണേലും അവർക്കൊന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഇതിൽ പരിഹരിക്കപ്പെടും. അതായത് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന വ്യാപാരി സമൂഹം ഇത് യാഥാർത്ഥ്യമായാൽ അവർക്ക് ഇരട്ടി ഗുണമാണ്. ഇല്ല, അത് അവർക്കെല്ലാം അറിയാം. അവരേറ്റവും പ്രധാനപ്പെട്ട അവരതെല്ലാം അവരെല്ലാം പിന്തുണ നൽകുന്നുണ്ട്. അവർക്ക് അത് ഈ ഒരു പാർക്കിംഗ് അതിന് തീർച്ചയായിട്ടും ഗുണകരമാണ്, എല്ലാവർക്കും ഗുണകരമാണ്. കാരണം പത്തനംതിട്ടയിലെ പാർക്കിംഗ് സ്പേസ് കൂടുന്നു. അപ്പം ഇവിടേക്ക് വന്ന് ഷോപ്പ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം, ഇല്ലേ? എല്ലാവരും പറയുന്നത് എന്താ? പാർക്കിംഗ് കിട്ടത്തില്ല, എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടും. എത്ര കാറുകൾ പാർക്ക് ചെയ്യാം? ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്ര പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റും? ബൈക്കുകളും പാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് മനോഹരമാക്കിയ ഒരു ജിം ഉണ്ടാകും. അതിന് നൈറ്റ് ലൈഫ് വളരെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കുന്ന നമ്മളുടെ ഇപ്പം സ്റ്റേഡിയം ഇത് കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു മനോഹരമാക്കി നല്ല ലൈറ്റൊക്കെ ഇട്ട് ലിറ്റപ്പ് ചെയ്ത ഒരു വലിയ സംവിധാനമാണ് അത്. അതിൽ നമുക്ക് ഏറ്റവും ഭൂമി സംബന്ധമായ അക്വിസിഷനാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ജില്ലാ കളക്ടർ തന്നെ ഇടപെട്ട് നിരവധി തവണ സ്ഥലമുടകളൊക്കെ വിളിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പണമൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ KRFBയുടെ ഇതിൽ നിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതാണ്. അപ്പോൾ ബാക്കി കേസുകൾ 3 നിലവിലുണ്ട്. എന്നിരുന്നാലും നമ്മളിത് അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും പുതിയ പത്തനംതിട്ടയാണ്. അത് KK നായർ സാർ റിംഗ് റോഡ് ചെയ്യുമ്പോൾ ഇതേപോലെ വിമർശനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റിംഗ് റോഡ് വേണോ? കാരണം സാറ് കൊണ്ടുവന്നതാണല്ലോ റിംഗ് റോഡ്. അതിനുശേഷം പത്തനംതിട്ടയിൽ വരുന്ന ഒരു ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മേജർ ഇതാണിത്. അപ്പോൾ ഇത് നഗരം കൂടി ബ്യൂട്ടിഫൈ ചെയ്യുന്നൊരു ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇത് പത്തനംതിട്ട നഗരത്തിന് ഏറ്റവും ഗുണകരമായിട്ട്, വ്യാപാരികൾക്ക് ഏറ്റവും ഗുണകരമായിട്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ വന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ എന്തെങ്കിലും സംസാരിച്ചതൊക്കെ മീഡിയയിൽ ഞാൻ കാണുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ അടിയിൽ വന്ന് ഇഷ്ടംപോലെ ആളുകൾ കാർ പാർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പം തന്നെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പേസുകൾ കൂടി കൃത്യമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ
ഭയങ്കര ഭംഗിയോട് കൂടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് മുഴുവൻ കാര്യം നമുക്കിന്ന് അതിനെയും ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശേഷിക്കുന്ന 2 സ്ലാബൂടെ വാർക്കുമാണ്. അപ്പോൾ മുഴുവൻ സ്ലാബും പാലത്തിൻ്റെ പണി ഇത് ചെയ്തു. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ലാൻഡിൻ്റെയാ. അതുകൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ഹാട്രിക് വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആളുകൾ ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജനറൽ ആശുപത്രി പത്തനംതിട്ട കാത്തലാബ് ഈ കാലത്തല്ലേ കൊണ്ടുവന്നേ, 8000 ആളുകൾക്ക് ആശ്രയമായില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ലേ. ഇപ്പോൾ കോഴഞ്ചേരി ആശുപത്രിയിലോ, കോഴഞ്ചേരി പാലം, അതുപോലെ തന്നെ കോഴഞ്ചേരി സ്കൂളൊക്കെ കുട്ടികളവിടെ പഠിക്കുമല്ലേ. ഇതൊന്നും പൂർത്തിയായില്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റും? ഇത്ര വർഷമായി, ഒരു 3 വർഷമായില്ലേ നമ്മുടെ സ്കൂൾ ഉദ്ഘാടനം ചെയ്തിട്ട്, കിഫ്ബിയിലൂടെ പണി പൂർത്തിയാക്കിയല്ലേ. പക്ഷെ ഇതെല്ലാം നല്ലതായി. ആളുകൾ എത്ര അറിഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കായിരുന്നതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ഈ പ്രചരണത്തിലേക്ക് എനിക്ക് കാരണം അത്രയും തിരക്ക് വകുപ്പിൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വികസനം ഇങ്ങനെ ഇത് ചെയ്ത മീറ്റിംഗ് കൃത്യമായിട്ട് എടുത്തു. പക്ഷെ ആ പ്രചരണം ഇപ്പോൾ ഇതിൽ നടന്നു, വിവാദങ്ങൾ ഉണ്ടാക്കി അവർ തന്നെ പ്രചരിപ്പിച്ചു. അതിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഏതായാലും ഹാട്രിക് വിജയം തന്നെയാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ വീണ ജോർജ് ലക്ഷ്യമിടുന്നത്. വിജയിക്കും എന്ന് തന്നെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.